ആര് മുഖ്യമന്ത്രി ആവുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, കോൺഗ്രസ്സുകാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും എന്നുള്ളത്. അത് വെറും വാക്ക് മാത്രമല്ല, അത് ഇതാ നടപ്പിലാവാൻ പോകുന്നു. നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വാർത്തയിലൂടെ ഒന്ന് കടന്നു പോകാം. സ്ത്രീകളെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിയമം ഇതാ ഇവിടെ പാസ്സാകുന്നു. നിങ്ങൾക്ക് സൗജന്യ യാത്ര കർണാടകയിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും കോൺഗ്രസ് പറഞ്ഞത് നടപ്പിലാക്കാൻ പോവുകയാണ്. കാണാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് വനിതകൾക്ക് സൗജന്യ ബസ് യാത്രയെന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ നീക്കം തുടങ്ങിയിരിക്കുന്നു KSRTC. പ്രതിദിന വനിതാ യാത്രക്കാരുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. കോർപ്പറേഷൻ MDയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നാളെ മുതൽ KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വരും. ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ETM മെഷീനിൽ രേഖപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. UDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കുന്നതിലൂടെ കോർപ്പറേഷൻ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കണക്കാക്കാനാണ് ഈ വിവരശേഖരണം. ഓക്കെ, അപ്പൊ ട്രയൽ യാത്ര തുടങ്ങാൻ പോവുകയാണ്. എത്ര സ്ത്രീകൾ ബസ്സിൽ കയറുന്നുണ്ട്, എത്ര പുരുഷന്മാർ ബസ്സിൽ കയറുന്നുണ്ട് എന്നുള്ള ഒരു കണക്കെടുക്കും. ഏകദേശം ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ 90% സ്ത്രീകളായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ടുള്ള യാത്ര കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ചുള്ള യാത്രകളിൽ ഒരാളുടെ ടിക്കറ്റ് പൈസ കുറച്ച് കിട്ടിയാൽ തന്നെ വലിയ നേട്ടമാണ്. കാരണം ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ വിലക്കയറ്റം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്യാസിന്റെ വിലയൊക്കെ കയറി എവിടെ എത്തി എന്നൊരു പിടിയുമില്ല. എണ്ണയുടെ വിലയും കൂടി ഒരു വിധമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മളെ ചേർത്ത് വെക്കേണ്ടത് ഇവിടെയുള്ള സർക്കാരുകളാണ് എന്നുള്ളതാണ്. അപ്പൊ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്ന് നിറവേറ്റാൻ പോവുകയാണ്. KSRTC കൃത്യമായിട്ട് ഇതാ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താൻ പോകുന്നു. നഷ്ടമാകുമോ ലാഭമാകുമോ എന്നുള്ള പഠനമാണ് നടത്താൻ പോകുന്നത്. ഇങ്ങനെയായിരിക്കണം ഓരോ ഭരണകൂടവും. നിങ്ങൾ തമ്മി തല്ലിക്കോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവാതെ ഗുണമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഈ രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോവുക എങ്കിൽ ചിലപ്പോൾ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അജയ്യരായിട്ട് UDF തുടരാനുള്ള സാധ്യതയുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. ആ കമ്മ്യൂണിസ്റ്റുകാരനായി ഞാനാണ് പറയുന്നത്, ഇത്തരം രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നന്മകളൊന്നും ചെയ്തില്ല എന്നല്ല അതിനർത്ഥം. ഇതാ പുതിയ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. ഇതുവരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം, സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യ യാത്ര. വേണമെങ്കിൽ കൃത്യമായിട്ട് വാർത്ത കേട്ടോളൂ. വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ വനിതകൾക്ക് സൗജന്യ KSRTC ബസ് യാത്ര എന്നുള്ളത് ഈ 5 ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ഈ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗ്യാരണ്ടി നടപ്പാക്കുന്നതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നിലവിലിപ്പോൾ KSRTC ആശ്രയിക്കുന്ന വനിതകളുടെ കണക്കെടുപ്പ് തുടങ്ങുന്നു എന്നുള്ളതാണ്. നാളെ മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുന്നതാണ്. അതായത് ഒരു യാത്രക്കാരൻ ബസ്സിൽ കയറുമ്പോൾ തന്നെ അയാൾക്ക് ടിക്കറ്റ് നൽകുന്നതിന് മുൻപ് ആ കയറിയത് വനിതയാണോ അല്ലെങ്കിൽ പുരുഷനാണോ എന്ന് പ്രത്യേകം മാർക്ക് ചെയ്ത് ടിക്കറ്റ് നൽകുന്നതിനാണ് ഈ ഒരു ജെൻഡർ ടിക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനാവശ്യമായ മാറ്റങ്ങൾ ETMൽ വരുത്തിയിട്ടുണ്ട്. ഇത് കണ്ടക്ടർമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി അവർക്ക് വിദഗ്ധരുടെ ഒരു സഹായവും അല്ലെങ്കിൽ പഠനവും പരിശീലനവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാളെ മുതൽ ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരും. ഏകദേശ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പ്രതിദിനം ആശ്രയിക്കുന്നത് 29 ലക്ഷം യാത്രക്കാരാണ് KSRTCയെ ആശ്രയിക്കുന്നത്. അതിൽ 20 ലക്ഷത്തോളം പേരും വനിതകളാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 20 ലക്ഷം ആളുകൾ വനിതകൾ പ്രതിദിനം KSRTC ആശ്രയിക്കുമ്പോൾ അതുവഴി ലഭിക്കുന്ന വരുമാനം, അത് പിന്നീട് ഈ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, ഇത് രണ്ടും കണക്കാക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാണ്. അതിനൊപ്പമാണ് ഈ വനിതകൾക്ക് കൂടി സൗജന്യ യാത്ര നൽകുന്നത്. അങ്ങനെയെങ്കിൽ KSRTCയുടെ മുന്നോട്ട് പോക്ക് അത് എത്രത്തോളം സാധിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനൊരു മറുപടി കണ്ടെത്താൻ കൂടി വേണ്ടിയാണ് നിലവിലിപ്പോൾ KSRTCയിൽ യാത്ര ചെയ്യുന്ന വനിതകളുടെ കണക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കർണാടകയിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ കൃത്യമായി നടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ 200 യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്ന ആളുകൾക്കൊന്നും കറണ്ട് ബില്ല് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരം ജനങ്ങൾക്ക് ഗുണമുള്ള പല കാര്യങ്ങളുമാണ് ഇവിടെയുള്ള ഭരണകൂടങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ഇപ്പൊ പഞ്ചായത്തിൽ അടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഹൗസ് പെർമിറ്റിന്. ആ ഒരു കാര്യം അതൊക്കെ ഒന്ന് വെട്ടിക്കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത്രയേറെ മനുഷ്യന്മാർക്ക് ഗുണമുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസ് പറഞ്ഞ ആദ്യ കാര്യം നിറവേറ്റാൻ പോവുകയാണ്. എത്രത്തോളം നഷ്ടമുണ്ടാകും എന്നുള്ള പഠനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ നഷ്ടങ്ങൾ നികത്താൻ മറ്റുള്ള വഴികൾ കണ്ടെത്തേണ്ടി വരും. തീർച്ചയായിട്ടും അത് കണ്ടെത്തുമെന്നുള്ള വിശ്വാസമുണ്ട്.
വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ അമ്മ ബസ്സിൽ യാത്ര ചെയ്യാൻ ഫ്രീ ആവുകയാണ് എങ്കിൽ അത് ആ കുടുംബത്തിനൊക്കെ വലിയൊരു ഗുണമായിരിക്കും അല്ലെ. മുഖ്യമന്ത്രി ആയ ശേഷം ചേരുന്ന ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടായേക്കും. വനിതകൾക്ക് സൗജന്യമായ യാത്ര പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന് മുന്നോടിയായി തന്നെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി എത്രത്തോളം നഷ്ടം കോർപ്പറേഷന് വരും എന്നുള്ളത് പുതിയ സർക്കാരിനെ അത് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആദ്യഘട്ടത്തിൽ കണക്കെടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കണ്ടക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശമാണ് CMDയിൽ നിന്ന് നൽകിയിട്ടുള്ളത്. യാത്രക്കാരൻ കയറുമ്പോൾ തന്നെ വനിതയാണോ സ്ത്രീയാണോ എന്നുള്ളത് ETM ൽ കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ കണക്കുകൾ ഏകദേശ കണക്ക് 29 ലക്ഷം പേർ എന്നുള്ളതിൽ 20 ലക്ഷം പേർ വനിതകളാണ് എന്ന ആ ഒരു കണക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇതുവഴി ഉണ്ടാകുന്ന നഷ്ടം അത് പുതിയ സർക്കാരിനെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഇതുവഴി ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. വിനീത, പുതിയ വഴികൾ എന്തായാലും കണ്ടെത്താതിരിക്കില്ല. അല്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് ഇങ്ങനെ ഒരു കാര്യം പറയില്ല എന്നുള്ളത്. കർണാടകയിൽ നടപ്പിലാക്കിയെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണെന്നുള്ളത്. തമിഴ്നാട്ടിൽ നടത്തി, അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡൽഹിയിൽ നടത്തി, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ പ്രത്യേക കാർഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. പിങ്ക് കാർഡൊക്കെയാണ് ഡൽഹിയിൽ. അതേപോലെ തമിഴ്നാട്ടിലും അത് കൃത്യമായി നടക്കുന്നുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് നടക്കില്ല? വേണമെങ്കിൽ കർണാടകയിലുള്ള ബസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വിവരണമാണെന്ന് കാണാം. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ KSRTC ബസ്സാണിത്. ഈ ബസ്സില് എല്ലാവർക്കും സൗജന്യമാണോ? അതാ സ്ത്രീകൾക്ക് മാത്രം ടൗൺ ബസ് ആവട്ടെ, ലൈൻ ബസ് ആവട്ടെ, ഏത് ബസ് വേണമെങ്കിലും എവിടെ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർണാടകയിൽ ആധാർ കാർഡ് വേണം. അവർ ഇവിടുത്തെ താമസമായിരിക്കണം. കർണാടകയിൽ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും അവർ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. ആൾ കർണാടക എവിടെ പോയാലും ഇങ്ങനെ വേണോ സർക്കാരൊക്കെ? നമ്മളെ കുറെ കാലമായിട്ട് പല ആളുകളും പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു അല്ലേ? ഗ്യാസിന്റെ വിലയാണ് ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടാക്കി എന്നുള്ളതാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഗ്യാസിന് 5 രൂപ എങ്ങാനും കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൽ ഗ്യാസും കുറ്റിയായിട്ട് ഇറങ്ങി നടന്ന നമ്മളെ ശോഭാ സുരേന്ദ്രൻ അറിയില്ലേ? അതുപോലെ മാക്സി ഇട്ട് അടുക്കളയിൽ നിന്ന് ഡയലോഗ് അടിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ വില എവിടെ കിടക്കുന്നത്? ഇവര് കുറ്റിയായിട്ട് ഇറങ്ങുന്നുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. അതേപോലെ പെട്രോളിന്റെ വില 50 പൈസ കൂടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കാളവണ്ടി ഉന്തി നടന്നത്. ഇപ്പൊ എന്താ ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്ന രാഷ്ട്രീയ സംഘടനകളെ നമ്മൾ ഒരിക്കലും ജയിപ്പിക്കരുത് എന്നുള്ളതാണ്. ഇവിടെ UDF ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിറവേറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, അവരെ നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മൾക്ക് സഹായമായി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയെയും നമ്മൾ കൂടെ നിർത്തുക. വർഗീയത പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും കൂടെ നിർത്തരുത്. കാരണം അവർ വർഗീയത വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ BJP തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് BJP ഇഷ്ടമല്ലാത്തത് തന്നെ അതുകൊണ്ടാണെന്നുള്ളതാണ്. ഒരു വർഗീയപരമായിട്ടുള്ള നീക്കങ്ങളാണ് അവർ പലപ്പോഴും നടത്താറ്. അഖിൽമാരാറൊക്കെ ഇടക്കിടക്ക് പറയുന്നത് കേട്ടില്ലേ? വർഗീയതയാണ് അവരുടെ മുഖമുദ്ര, അവർക്ക് അതൊരിക്കലും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അവരവിടെ അത് ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വെറുതെ മൂക്കൂത്തിയിൽ വീഴാൻ നിൽക്കരുത്. കാരണം നമ്മൾ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയ പാർട്ടി. അതിന് ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ടതായിട്ടൊന്നുമില്ല. ഇപ്പൊ ബംഗാൾ പിടിച്ചെടുത്തപ്പോ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നത്? ഇവിടെയുള്ള കുറെ സംഘികൾ കിടന്ന് കുരു പൊട്ടുന്നത് കാണുന്നുണ്ട്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒന്നേ പറയുന്നുള്ളൂ, ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ ഏറിക്കഴിഞ്ഞു. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. അവരെന്തിനാ പിന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്നത്? അവർ ജയിച്ചു പോട്ടെ അല്ലെ? പിന്നെ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തല്ല് അത് അവര് തന്നെ സൗമ്യമായ രീതിയിൽ പരിഹരിക്കണം. നമ്മളെല്ലാവരും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നതാണ്. പക്ഷെ അവിടെ ചെറിയൊരു ചേഞ്ച് വന്നു. അതിലെ പിന്നിൽ കളിച്ച ചാണക്യൻ അത് കൃത്യമായിട്ട് KC വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂ നോക്കിയാൽ കാണാൻ കഴിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട എന്നുള്ളതാണ്. പിന്നീട് അത് മാറ്റി പറയുന്നു. ഇവിടെ MLA സ്ഥാനത്ത് മത്സരിക്കാത്ത ആളുകൾ ഒരു പക്ഷേ മുഖ്യമന്ത്രി ആയേക്കാം എന്നുള്ളത്. ചെന്നിത്തല പോലും ഇപ്പോഴും പറയുന്നില്ല എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട കേട്ടാ എന്നുള്ളത്. തീരുമാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തായാലും നമ്മുടെ അമ്മപെങ്ങന്മാർക്ക് ബസ് യാത്ര ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു സംവിധാനം നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് ഗുണമായിരിക്കില്ലേ? ദൈനംദിനമായിട്ടുള്ള വിലക്കയറ്റം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് ഒരു ബസ് ചാർജ് കുറഞ്ഞു കിട്ടിയാൽ അത്രയും നല്ലതാണല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.